നമസ്കാരം. നമ്മുടെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനും എതിരെ ശക്തമായ തീവ്രവാദികളുണ്ടെന്ന് വേണം കരുതാൻ. ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറുകയോ ക്ഷേത്രനാശം വരുത്തുകയോ അല്ല ഇത്തരം തീവ്രവാദികൾ ചെയ്യുന്നത്. അവർ മറ്റു ചില തന്ത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റു ചില രീതികളിലൂടെയാണ് ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ചെറുപ്രായം മുതൽ കേട്ടറിഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങളുടെയും കഥകളുടെയും ഒക്കെ ഒരു സർവനാശമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം കാലാതി ദേശങ്ങൾക്ക് അതീതമായി ഒരുപക്ഷെ കേരളത്തേക്കാൾ പഴക്കം ചെന്ന അയ്യപ്പരത്വത്തെ വായിച്ചെടുക്കുക എളുപ്പമല്ല. എന്നിട്ടും ഇതാ ചേർത്തലയിൽ അയ്യപ്പൻ കളരി പഠിക്കാൻ ചെന്നു. പിന്നെ ലളിതയെ പ്രേമിച്ചു. കൂട്ടിന് വെളുത്തച്ഛൻ എന്ന അർത്തങ്കൽ പള്ളിയിലെ ദിവ്യനായ ഒരു വ്യക്തി കൂട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ പുണ്യാളച്ചനാണ് കേട്ടോ. കഥ അങ്ങനെ മറയുകയാണ്. ഇതിനിടയിൽ വാവര് സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഓർമ്മകളിൽ നമുക്കിടയിലുള്ളൊരു ഭക്തിയോ വിശ്വാസമൊക്കെ ആയിട്ടുള്ളൊരു മുസ്ലിം കഥാപാത്രമാണ്. ഇപ്പം അത് മാത്രമേ ഇതാ വാവുരൻ എന്ന് പറയുന്ന പുതിയൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നു. പിന്നെ അയ്യപ്പൻ ചെല്ലാത്ത, അദ്ദേഹത്തിൻ്റെ വാളും പരിചയും അല്ലെങ്കിൽ ആഭരണങ്ങളും ഒക്കെ സൂക്ഷിക്കാത്ത വീടുകളിൽ നിന്നില്ലെന്ന് പറയാൻ ചേർത്തലയിൽ ഒരുപാട് സ്ഥലങ്ങളിലാണ് കളരികളും മറ്റും അയ്യപ്പൻ്റെ പേരിൽ നിലനിൽക്കുന്നത്, ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത്, തറവാടുകൾ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ അയ്യപ്പൻ ചെന്ന് താമസിച്ചിട്ടും കളരി പഠിച്ചിട്ടും ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു. അയ്യപ്പൻ ചെല്ലാത്ത, അദ്ദേഹത്തിൻ്റെ വാളും ഒക്കെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പല കുടുംബങ്ങളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. കന്യയ്യപ്പന് പ്രണയമുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. പിന്നെ ഇതിനകത്തെല്ലാം രസകരമായ മറ്റൊരു കഥയുണ്ട്. ഈ അയ്യപ്പൻ പ്രേമിച്ചിരുന്ന ലളിതയെ തന്നെ മാളികപ്പുറത്ത് കുടിയിരുത്തിയതായി പറയപ്പെടുന്നു. പിന്നെ അബ്രാഹ്മണരുടെ ഈശ്വരനായിട്ട്, അതായത് ഈ നമ്മുടെ മലയരയന്മാരും അതുപോലുള്ള കുറേ ആദിവാസികളുടെ അവകാശം ഈ ക്ഷേത്രത്തിന് നേരെയുണ്ട്. ചിലർ പറയുന്നു അല്ല, ഇത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് പുതിയൊരു സങ്കല്പം വന്നിട്ടുണ്ട്. അയ്യപ്പൻ ദൈവമല്ല, ചാത്തനാണത്രേ. ചാത്തനും ദൈവമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ കുട്ടിച്ചാത്തനാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ശ്രീബുദ്ധനുമായി അയ്യപ്പന് ബന്ധം പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സങ്കല്പങ്ങളെയും ഐതിഹ്യങ്ങളെയും വിശ്വാസത്തെയും മാറ്റി മറിക്കാൻ വേണ്ടി പുതുതായി കെട്ടിച്ചമച്ചിരിക്കുന്ന കുറേ തീവ്രവാദ കഥകളാണ് അയ്യപ്പ ചരിത്രത്തെയും അയ്യപ്പനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഇറക്കുന്നത്. അതായത് ഭക്തരുടെ വിശ്വാസത്തിൻ്റെ ആധിപത്യത്തെയും വിശ്വാസത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കഥകളുടെ തീവ്ര പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ കക്ഷി താല്പര്യരുമുണ്ട്. അവരും എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ. ആ രീതിയിലും ക്ഷേത്രത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറേ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളിലുമൊക്കെ കാശ് ഉണ്ടാക്കാനായിട്ട് കുറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അഭിമുഖങ്ങളായിട്ടും അതായിട്ടും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും ഇതെല്ലാം സത്യമാണെന്ന്. അതുകൊണ്ട് ഇന്ന് ഇതെല്ലാം കേട്ട് അയ്യപ്പൻ തകരണമോ അതോ ഇത്തരം തീവ്രവാദങ്ങൾ പൊളിയണമോ എന്ന് നമ്മൾ വേണം ചിന്തിക്കാൻ. ആദ്യം നമ്മളിൽ നിന്ന് ഇത്തരം തീവ്രവാദ പ്രചരണങ്ങളുടെ ഉൾക്കാഴ്ച മാറ്റിക്കളയാം. എന്നുവെച്ചാൽ അതൊക്കെ വെറുതെയാണെന്ന് നമുക്ക് തോന്നിക്കാം. ആദ്യം നമ്മൾ മോചിതരാകാം. പതുക്കെ അയ്യപ്പനെയും ഇത്തരം തീവ്രവാദ കഥകളിൽ നിന്ന് മോചിപ്പിക്കാം. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കെന്നും വേണം കേരളത്തിൻ്റെ ദൈവം അയ്യപ്പൻ. നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനിയും ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സഹകരിക്കണം.